നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയാണ് ഈ പരീക്ഷാ ഭേദഗതി ബിൽ സഭയിൽ ചർച്ചയ്ക്കെടുക്കുന്നു, അത് പാസ്സാകുന്നു എന്നത്. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച വിഷയമായിരുന്നു പരീക്ഷാ പേപ്പർ ചോർച്ച. അത് ഏതാണ്ട് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണ്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. അതിന് വലിയ ഒരു സമരം ആവശ്യമായി വന്നു. എന്തായാലും ആ സമരം വിജയിച്ചു. അതിന് പിന്നാലെ പരിഹാരക്രിയകൾ എന്ന നിലയിലാണ് കേന്ദ്രം ആ ഭേദഗതി ബിൽ ഉൾപ്പെടെ കൊണ്ടുവന്നത്. എന്തായാലും അത് സഭയിൽ പാസ്സായിരിക്കുന്നു. ഇനിയെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമായിരിക്കട്ടെ. അവരെഴുതുന്ന പരീക്ഷയിൽ അവർക്ക് വിശ്വാസം അർപ്പിക്കാനും അത് അവരുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിൽ കൃത്യമായി നടത്താനും അധികൃതർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതുൾപ്പെടെ വാർത്തകൾ വിശദമായി കാണാം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചൂടേറിയ വാഗ്വാദങ്ങൾക്കും ഭരണ പ്രതിപക്ഷ ബഹളത്തിനുമിടയിലാണ് ശബ്ദ വോട്ടോടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. RSSനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ തീപ്പൊരി പ്രസംഗവും നമ്മൾ കണ്ടു. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ വലിയ രീതിയിൽ പരിഹസിച്ചും ഒപ്പം പുതിയ സമിതിയിലെ അംഗത്തെ പരിഹസിച്ചുമൊക്കെ പ്രിയങ്ക ഗാന്ധി സഭയിൽ സംസാരിച്ചത് നമ്മൾ കണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സഭയിലെ പ്രസംഗം. അതിന് പിന്നാലെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഊഴമെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ആ നിലയിൽ തന്നെ ഉള്ളതായിരുന്നു. അതിനെതിരായ ഭരണപക്ഷ പ്രതിഷേധം പല സമയങ്ങളിൽ ഉയർന്നു. ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുന്നത് കാണാമായിരുന്നു. എന്തായാലും ഭരണപക്ഷ പ്രതിഷേധത്തിനിടയിൽ സഭാ നടപടികൾ പല തവണ നിർത്തിവെക്കേണ്ടി വന്നു. രാജ്യത്തെ യുവജനങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നതായി പറഞ്ഞു തുടങ്ങിയ രാഹുൽ ഗാന്ധി 3 തരത്തിലാണ് ആളുകൾ ഉള്ളതെന്ന് പറഞ്ഞതോടുകൂടിയാണ് ആദ്യം സഭയിൽ പ്രതിഷേധമുയർന്നത്. വിദ്യാർത്ഥികൾ, വിഡ്ഢികളെ അന്ധമായി പിന്തുണയ്ക്കുന്നവർ എന്നിങ്ങനെയായിരുന്നു രാഹുൽ ആളുകളെ 3ആയി തരംതിരിച്ചത്. രാഹുലിന്റെ ആ പ്രയോഗം വലിയ രീതിയിൽ സഭയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കി. താൻ ആരെയും പേരെടുത്ത് പരാമർശിച്ചില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ പറയുന്നുണ്ടായിരുന്നു. ഭരണപക്ഷം പ്രതിഷേധം തുടരുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രാഹുലിന്റെ ആ പ്രയോഗം ഒന്ന് കേൾക്കാം. സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് അത് ഇടയാക്കിയത്. She says the student wears the truth on his or her chest proudly. It's written here. And I said, what about the other type? She says the other type requires an image. It requires an image, and as that image is not true, because the idiot is trying to pretend that he is God. I'm not talking about that. As it is not true and the idiot is trying to pretend he's God, he has to create this massive image. Then I asked a question, sir. मैं सोचा कि यार ये मैं सोचा कि ये स्टूडेंट है और फिर ये इडियट भी है. तो मैंने उससे पूछा, एक बात बताओ, ये तीसरी कैटेगरी कहां जाती है? ये तीसरी कैटेगरी कहां जाती है? उसने कहा, कौन सी तीसरी कैटेगरी? मैंने कहा, अंधभक्त. അപ്പോൾ വിദ്യാർത്ഥികൾ, ഇഡിയറ്റ്സ് കാ അന്ധ് ഭക്ത്, ഈ പരാമർശങ്ങളാണ് രാഹുൽ സഭയിൽ നടത്തിയത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. സഭയ്ക്കുള്ളിലാണ് സംസാരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഓർക്കണമെന്ന് സ്പീക്കർ ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സഭയിലുണ്ടായി. ഭരണപക്ഷത്തു നിന്ന് അംഗങ്ങൾ എഴുന്നേറ്റ് പ്രതിഷേധിച്ചു. കിരൺ റിജിജു ശക്തമായി തന്നെ സഭയിൽ ഇതിനെതിരെ രംഗത്ത് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അവിടം കൊണ്ട് നിർത്തിയില്ല രാഹുൽ. സർവകലാശാലകളിൽ RSSകാരെ കുത്തി നിറച്ചു എന്ന് ചൂണ്ടിക്കാട്ടി RSSനെതിരെയും രാഹുൽ രംഗത്ത് വന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് RSS കവർന്നെടുത്തു എന്നതാണ് രാഹുൽ ആരോപിച്ചത്. RSSനെ നേരിടാൻ രക്ഷകർത്താക്കൾക്ക് ഭയമുണ്ടാകും, പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ ഭയത്തെ മറികടക്കാൻ കഴിഞ്ഞു എന്നും രാഹുൽ പറഞ്ഞു. അപ്പോൾ RSSനെ ചൂണ്ടിക്കാട്ടിയും സഭയിൽ ശക്തമായ ഭാഷയിലൂടെ രാഹുൽ ആഞ്ഞടിച്ചു.
The amazing, fascinating thing to me is that the parents of these children did not have the courage to face the BJP. The parents of these children did not have the courage to face the RSS. And yet these children, brave, imaginative, powerful, stood there and faced whatever you could throw at them. I've got some experience about facing the RSS, about facing Mr. Narendra Modi, about facing this group. The game is not about facing them. There's nothing in them. There's nothing in the RSS. The game is about facing your own fear. And that is what the students did. The students overcame their fear. The students challenged the idea that you could destroy them. പലതവണ ഭരണപക്ഷം തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും രാഹുൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഭയം മറികടന്നു, RSSന്റെ ഭയം വിദ്യാർത്ഥികൾ മറികടന്നു എന്നൊക്കെ സൂചിപ്പിച്ച രാഹുൽ പിന്നീട് സഭയിൽ ആഭ്യന്തരമന്ത്രി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ വരാത്തതിനെ പരാമർശിച്ച് ആഭ്യന്തരമന്ത്രിക്ക് ഭയമാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ നിർദ്ദേശിച്ചത് ആഭ്യന്തരമന്ത്രിയാണെന്നും രാഹുൽ ആരോപിച്ചതോടെ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം ഉച്ചസ്ഥായിയിലായി. തുടർന്ന് സഭ പലതവണ നിർത്തിവെക്കേണ്ടി വന്നു. അതായിരുന്നു സാഹചര്യം. അവസാനം അമിത്ഷായുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഹുൽ സഭയിൽ ആഞ്ഞടിച്ചത്. Speaker sir, why is the Home Minister not here today? The Home Minister is not here today because he's not here today because he is scared. He is the Home Minister, sir. सर बैठ जाओ. देखिए, आज होम मंत्रालय पे चर्चा नहीं हो रही. आज जिस विधेयक पर चर्चा माननीय बैठे हैं. The Home Minister, sir, the Home Minister. नो, आज होम मिनिस्टर पर चर्चा नहीं है. जिस विधेयक पर चर्चा है, विधेयक पे मंत्री बैठे हैं. यही व्यवस्था रहती है सदन के अंदर. Sir, the Home Minister. Sir, the Home Minister authorized the shooting of our students, sir. He put pellets into the blood of our students. He ordered the students of India to be shot. വലിയ പ്രതിഷേധമാണ് ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് എവിടെയെന്നും നുണ പറയുന്ന രാഹുൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കിരൺ റിജിജു പലതവണ രാഹുലിന്റെ സംസാരത്തിനിടയിൽ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവസാനം മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണ് കിരൺ റിജിജു സഭയിൽ ഉന്നയിച്ചത്. സഭയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലുള്ള സംസാരം വേണമെന്ന കാര്യം പലതവണ സ്പീക്കറും രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. एक गंभीर स्थिति में आए हैं. हम तो शुरू से कहा और हमारा रक्षा मंत्री ने भी अपील किया, यहाँ शांति सुनना चाहते हैं. लेकिन आप ये बताइए कि आप जो गृह मंत्री जी का नाम को लेकर के आपने जो शब्द इस्तेमाल किया, जो आपने वक्तव्य दिया, इस बेसिस पे आपने कहा है, आप प्रूफ दिखाओ. आपको माफी मांगना होगा सर. ये इसको हम हल्के में नहीं ले सकते हैं. नहीं तो कल को कोई भी मेंबर उठ के कुछ भी बोलेगा. आज मैं कहूँगा कि राहुल गांधी जी ने किसी को मर्डर किया है, बोल सकते हैं क्या? नहीं, ये सर ये ठीक बात नहीं है. आप कैसा आपको ये पता चला और किस बेसिस पे बोल रहे हैं? आप पहले उसका ब्यौरा देना चाहिए, आप माफी मांगना चाहिए. ऐसा नहीं चलेगा, ऐसा नहीं चल सकता है. बहुत गंभीर मामला है, इसको हम हल्के में नहीं ले सकते. तो क्या हम ऐसे कह दें कि
राहुल गांधी जी ने किसी का मर्डर किया, हम बोल सकते हैं क्या बिना मतलब का? कैसे बोल सकते हैं? ऐसा नहीं होता है सर। यहाँ जिम्मेदारी का साथ बोलना होता है और तर्क देना होता है। आपने स्टेटमेंट दे दिया है, लेकिन आप बताना पड़ेगा कि किस बेसिस पे आपने स्टेटमेंट दिया, और आप माफी मांगेगा तब हम सोचा जाएगा। ऐसा सदन नहीं चल सकता है, यह गंभीर मामला है। ये ऐसा बिल्कुल आप राहुल गांधी से माफी मांगे या तो बताए क्यों बोला है, कैसे बोला है। आप कैसे बोल सकते हैं माफी मांगिए? ऐसा नहीं चल सकता है। അങ്ങനെ വലിയ ബഹളത്തെ തുടർന്ന് രാഹുലിന് പ്രസംഗിക്കാനുള്ള അവസരം നിഷേധിച്ച സ്പീക്കർ ഭരണപക്ഷത്തെ പിന്നീട് മറുപടിക്ക് ക്ഷണിക്കുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടെയാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയത്. जो सदस्य इसके पक्ष में आ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में प्रस्ताव स्वीकृत हुआ और विधेयक पारित हुआ. തിങ്കളാഴ്ച സഭ തുടങ്ങിയ അന്നു മുതൽ തന്നെ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമായിരുന്നു. ഒരു ദിവസം പോലും സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ പരീക്ഷാ ഭേദഗതി ബിൽ, അതിൽ മാത്രമാണ് പ്രതിപക്ഷം ഇപ്പോൾ സഹകരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഉള്ള ചർച്ചകൾക്ക് പോലും, ചോദ്യോത്തര വേളയിൽ പോലും പ്രതിപക്ഷം സഹകരിച്ചിരുന്നില്ല. അവസാനം ഈ ബിൽ പാസാക്കിയെടുക്കുന്നതിൽ മാത്രം ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് പ്രതിപക്ഷം തീരുമാനിക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബ്ദ വോട്ടോടെയാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നത്. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, മൂന്നാം മോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ അത് എത്തി. അങ്ങനെ കേന്ദ്ര സർക്കാരിന് രാജിയിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമുള്ള നടപടികളായിരുന്നു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാരക്രിയകളായിരുന്നു യഥാർത്ഥത്തിൽ സഭയിൽ നടന്നത്. ആ ബില്ലും പാസാക്കിയിരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും അഭാവം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആരാണ് സമാധാനപൂർവ്വം സമരം നടത്തിയ വിദ്യാർത്ഥികളെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിക്കാൻ അനുവദിച്ചത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിനൊന്നും മറുപടിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും സഭയിൽ നടക്കാൻ പോകുന്നത്? ഈ പ്രശ്നങ്ങൾ അവസാനിച്ചു, ഇതോടുകൂടി പരിഹരിച്ചു കേന്ദ്രം എന്ന് നമുക്ക് കരുതാമോ? രേണുക, പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഒരിക്കലും കരുതാനാവില്ല. കാരണം പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം വിദ്യാർത്ഥികൾക്കു നേരെ നടത്തിയ പോലീസ് അതിക്രമം. ഈ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം, പ്രസ്താവന നടത്തണമെന്നുള്ള ആവശ്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ഇരു സഭകളിലും ബഹളം വെക്കുന്നതും പ്രതിഷേധിക്കുന്നതുമെല്ലാം. ആ ആവശ്യം ഇന്നും അതേപടി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ശമനം ഉണ്ടാകും, അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായി സഭ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കരുതാനാവില്ല. ഈ ബില്ലിൻ്റെ ചർച്ചയിൽ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായുണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു കുട്ടിയുടെ, സമരക്കാരിയായ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രധാന അറ്റാക്ക് RSSന് നേരെ ആയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. RSS ആണ് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉടനീളം അദ്ദേഹം ശ്രദ്ധിച്ചത്. അതിൽ തുടക്കം അദ്ദേഹം പറഞ്ഞത് 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഒന്ന് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് പഠിക്കുന്നവർ മാത്രമല്ല, അവർ അഭിഭാഷകരാവാം, കർഷകരാകാം, അല്ലെങ്കിൽ ജോലിയില്ലാത്തവരാകാം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളാകാം. പക്ഷേ അവരെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് കൂടുതൽ വിജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ലോകത്തെ മുഴുവൻ സഹിഷ്ണുതയോടെ കാണുന്ന ആളുകളാണ്. അപ്പോൾ എതിര് നിൽക്കുന്നവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം അത് വിഡ്ഢികളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇഡിയറ്റ്സ് എന്നുള്ള പ്രയോഗമാണ് നടത്തിയത്. ഈ ഇഡിയറ്റ്സ് എന്ന പ്രയോഗം കൃത്യമായും RSS ഐഡിയോളജിക്കെതിരെയുള്ള, അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ഒരു പ്രയോഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. പക്ഷേ എവിടെയും അങ്ങനെ അവരുടെ പേര് പറഞ്ഞില്ല. പക്ഷേ ഭരണപക്ഷം ആ സമയത്ത് തന്നെ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തി. ആ പ്രതിഷേധത്തെ തുടർന്ന് താൻ എവിടെയും ആ പേര് ഉപയോഗിച്ചിട്ടില്ല, ആരുടെ വ്യക്തിപരമായത് ആക്ഷേപിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. പിന്നീടും പ്രസംഗം തുടർന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ഇനി മൂന്നാമത് ഒരു കൂട്ടർ കൂടി ഉണ്ടല്ലോ, അതാരാണ് എന്ന ചോദ്യത്തിന് അന്ധരായ ഭക്തർ എന്നുള്ളതാണ് പറഞ്ഞത്, അന്ധരായ അനുയായികൾ എന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞാലും അതാണ് ശരി. തങ്ങൾ സ്വയം പൂർണ്ണരാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ തങ്ങൾ ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഈ വിഡ്ഢികളുടെ അനുയായികൾ എന്നുള്ളതാണ് പറഞ്ഞത്. ഈ RSSനെയും BJPയും ഒക്കെ പിന്തുണയ്ക്കുന്ന ആളുകളെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ആ പ്രയോഗം. ഇതോടുകൂടി വീണ്ടും അവിടെ
ഭരണപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം ഉയർന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം RSSന് നേരെ ഡയറക്റ്റ് പേര് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവ് RSS തകർക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും RSSകാരായ ആളുകളെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം RSS എന്ന് പേര് പറഞ്ഞപ്പോൾ ഭരണപക്ഷം എതിർത്തപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ RSSകാരനല്ലേ, അദ്ദേഹം അതിന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് RSS എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നത് എന്നത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും തകർത്തതിനെക്കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധമുണ്ട്. അവരുടെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ RSSനെയും BJPയും ഒക്കെ എതിർക്കാൻ ഭയം ഉണ്ടായിരിക്കും. പക്ഷേ വിദ്യാർത്ഥികൾ അങ്ങനെയല്ല. അവർ ഈ ഭയത്തെ മറികടന്നവരാണ്. അവർക്ക് ഈ അവരുടെ ഭാവിയെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭയത്തെ മറികടന്നിരിക്കുന്നു. അവരിൽ വലിയ പ്രതീക്ഷയുണ്ട്. അവരെ ബഹുമാനിക്കണം എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായിലേക്ക് നേരിട്ട് അറ്റാക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇല്ലാത്തത്, ഈ സഭയിൽ ഇല്ലാത്തത്? ഈ കുട്ടികളെ ആക്രമിച്ച വിഷയത്തിലടക്കം ആരാണ് അവർക്ക് ഓർഡർ നൽകിയത്? ഈ ഇങ്ങനെ ഒരു ഉത്തരവ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവ് നൽകിയത് അമിത്ഷായാണ്, ആഭ്യന്തരമന്ത്രിയാണ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതോടുകൂടിയാണ് ഭരണപക്ഷം വളരെ കടുത്ത പ്രതിഷേധവുമായി ഉയർന്നത്. ഇതിന് തെളിവ് കാണിക്കണം, ഉത്തരവിൻ്റെ പകർപ്പ് കാണിക്കണം എന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പലതവണ 3 തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. ഈ സഭ നിർത്തിവെച്ചതിന് ശേഷവും ഈ ഇരുഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരുഭാഗവും തയ്യാറായിരുന്നില്ല. കിരൺ റിജിജു ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. കള്ളം പറയുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. 3 മണിയോടുകൂടി സഭ ചേരുമ്പോൾ സ്പീക്കർ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാനുള്ള സമയം കഴിഞ്ഞു എന്നറിയിക്കുകയും ഭരണപക്ഷത്തു നിന്ന് അടുത്ത ആളിനെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. ഭരണപക്ഷത്തു നിന്ന് പ്രസംഗം നടക്കുമ്പോഴും പ്രതിപക്ഷത്തു നിന്ന് ശക്തമായ പ്രതിഷേധം അപ്പോഴും ഉയർന്നുണ്ടായിരുന്നു. ഒടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ഈ ബില്ല് പാസ്സായത്. തീർച്ചയായും ഒടുവിൽ ശബ്ദ വോട്ടോടുകൂടി ബിൽ പാസ്സാവുകയായിരുന്നു. കിരൺ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ CJP ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. മറ്റൊന്ന്, കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ്. ആർക്കുമെതിരെ കേസെടുക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയപ്പോൾ കോടതി അതിൽ ആ നിലയ്ക്കുള്ള ഒരു സമീപനമല്ല സ്വീകരിച്ചത്. 18 വയസ്സിൽ താഴെയുള്ളവരുടെ കാര്യത്തിലും അതിന് മുകൾ പ്രായമുള്ളവരുടെ കാര്യത്തിലും 2 തരത്തിലുള്ള സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കണ്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വാക്ക് പാലിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് CJP ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങളിലൊക്കെ എങ്ങനെ ഇനി പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾ, അതിന് മറുപടിയില്ലാത്തൊരു സാഹചര്യം ഈ ബില്ല് പാസ്സാകുന്ന വേളയിലും സഭയിൽ നിലനിൽക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമോ എന്ന ഒരു സംശയം അവർ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം? കേന്ദ്രം ആ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്, അതോ സുപ്രീം കോടതിയുടെ നടപടികൾക്കായി കാത്തിരിക്കാനുള്ള സാധ്യതയും? രേണുക, ഇതിനെ നമുക്ക് 2 തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, അതിനെ പൊളിറ്റിക്കലായി കാണാം. രണ്ടാമത്, അതിനെ നിയമപരമായിട്ടാണ്. അതിൻ്റെ നിയമപരമായ വിഷയങ്ങളിലേക്ക് വന്നു പറഞ്ഞാൽ, ഒരു കോടതിയിൽ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നു, ആ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നു. തിരിച്ചും സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമൊക്കെ തിരിച്ചുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാർത്തകളും എല്ലാം വന്നാണ്, ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നാണ്. ഈ കേസുകളെല്ലാം പിൻവലിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ ഈ സമരക്കാർക്ക് നൽകിയ വാഗ്ദാനം. പക്ഷേ സർക്കാർ അത് പാലിക്കാത്തത് കോടതിയിൽ പോയി കഴിയുമ്പോൾ കോടതി എന്താണ് പരിശോധിക്കുന്നത്? കോടതി ഇങ്ങനെ ഈ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അതിന് ഒരു സ്വതന്ത്രമായ അന്വേഷണം വേണം, ആ അന്വേഷണം എന്നുള്ള ആവശ്യം കോടതി അംഗീകരിക്കുന്നു. എന്നാൽ ഈ കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആരെങ്കിലും നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി വിടണം എന്നതിനപ്പുറത്തേക്ക് പ്രായപൂർത്തിയായ ആളുകൾ 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതി നിയമപരമായി ആ കേസ് തള്ളിക്കളി, ആ കേസുകളെല്ലാം വേണ്ട, ഒഴിവാക്കിയത് എന്ന് പറയുന്ന രീതി സാധാരണഗതിയിൽ കോടതിയിൽ അങ്ങനെ അത്യപൂർവമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ പ്രത്യേക സാഹചര്യത്തിൽ സാധാരണ ഇതിൽ അതൊരിക്കലും ഉണ്ടാവാറില്ല. അതാണ് അതിൻ്റെ നിയമപരമായ വശം. അതുകൊണ്ട് തന്നെ അങ്ങനെ കോടതി മറിച്ചൊരു തീരുമാനം എടുത്തു എന്ന് കരുതി അത് ഈ തീരുമാനത്തിന് ആകെ തിരിച്ചടിയാണ്, കോടതി എതിരാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം കോടതിയുടെ മുന്നിലെത്തുന്നത് അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസിൻ്റെ പരാതികളുണ്ട്. സ്വാഭാവികമായി ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണം തീരുമാനം എടുക്കാൻ കോടതി തന്നെ ഒരു സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് പിൻവലിക്കുക എന്നുള്ളത് അതുമായി വരുന്നില്ല. 2 പൊളിറ്റിക്കൽ വിഷയമാണ്. രാഷ്ട്രീയമായി ഇത്തരം കേസുകൾ പൂർണ്ണമായും പിൻവലിക്കും എന്നുള്ളത് ഈ സമരക്കാർക്ക് സമരം തീർക്കാൻ വേണ്ടി നൽകിയ വാഗ്ദാനമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം, സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ചതോടുകൂടി തന്നെ മറ്റു കാര്യങ്ങൾ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ രാഷ്ട്രീയമായി അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. ഇതിന് മുമ്പെടുത്ത കേസുകൾ മാത്രമല്ല, ഇതിനു ശേഷവും കേസുകൾ എടുത്തിട്ടുണ്ട്. അത് ഡൽഹിയിൽ എടുത്ത കേസുകൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ കേസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ബംഗാളിൽ എടുത്തിട്ടുണ്ട്, ബീഹാറിൽ എടുത്തിട്ടുണ്ട്, ഗുജറാത്തിൽ എടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ വ്യാപകമായ തോതിൽ
പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ പിൻവലിക്കണോ വേണ്ടോ എന്നൊക്കെ ആ സംസ്ഥാന സർക്കാരുകൾ കൂടി തീരുമാനിക്കേണ്ട അവസ്ഥയാണ്. ആ സംസ്ഥാന സർക്കാരുകൾക്കല്ലാതെ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാന സർക്കാരും ആ കേസുകളെല്ലാം പിൻവലിക്കുമെന്നും കരുതാനാവില്ല. ആ കേസുകൾ അങ്ങനെ വീണ്ടും ഇതിന് ശേഷം തന്നെ ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത് ഇതിന് എത്രയോ കാലം മുമ്പുള്ള ഒരു കേസിലാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. സാധാരണ ഇതിൽ അങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, പോലീസ് കയറി അറസ്റ്റ് ചെയ്യുന്ന രീതിയില്ല. അത്യപൂർവ്വ ഘട്ടത്തിൽ മാത്രമാണ്. ഇന്ന് അതിന് മറുപടി പറഞ്ഞ JP നദ്ദ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ മറുപടി എന്നെ അടക്കം അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോളേജിൽ കയറി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിന് ഐസി ഘോഷ് കൊടുത്ത മറുപടി കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഐസി ഘോഷ് പറഞ്ഞത് അത് അടിയന്തരാവസ്ഥ കാലത്താണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിർത്തുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ കയറി അറസ്റ്റ് ചെയ്തതുപോലെയാണോ നിയമ സംവിധാനങ്ങൾ സസ്പെൻഡ് ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുള്ള ഒരു മൂർച്ചയുള്ള ചോദ്യങ്ങൾ? അങ്ങനെ ന്യൂ ജെൻ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ പഴയകാല രാഷ്ട്രീയത്തിൻ്റെ ചോദ്യങ്ങൾ അവരുടെ ചരിത്രം തന്നെ എടുത്തു വെച്ച് തിരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസുകളൊക്കെ ഇനിയായാലും ഈ കേസുകൾ ഇനിയും നിൽക്കും. അത് കോടതിയിൽ പോയി അവരുടെ പഴയ കേസിൽ കോടതി തന്നെ ഇന്ന് നാളെ വരെ അവരെ അറസ്റ്റ് ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയമായി ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പിന്നോക്കം പോക്ക് നിൽക്കുന്ന ഒരു സർക്കാർ ഇനി കേസിൻ്റെ കാര്യത്തിൽ കൂടി അങ്ങനെ ചെയ്യില്ല. കാരണം ഈ സമരത്തിലേക്ക് വന്ന നിരവധി പേരുകൾ സ്ഥിരമായി രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളിലോ ഒന്നും പ്രവർത്തിക്കുന്ന ആളുകളല്ല. അവർക്കൊക്കെ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി കേസിന് പുറമെ കാലങ്ങൾ നടക്കേണ്ടി വരും. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഒരു കാരണവശാലും നാളെയും ഇങ്ങനെ സമരത്തിന് വരുന്നവരെ ഈ തരത്തിൽ പിന്തിരിപ്പിക്കുക, അത് സർക്കാരിനെ സംബന്ധിച്ച് അത് എല്ലാ കാലത്തും സർക്കാർ ഉപയോഗിക്കുന്ന ഒരു വളരെ ഫലപ്രദമായ ഒരു തന്ത്രമാണ്. പഠിക്കുന്ന കുട്ടികളായിരിക്കും, ചിലർ ജോലിയുള്ള ആളുകളാണ്, അവർക്കൊക്കെ ഈ കേസിന് വേണ്ടി നടക്കുക. അങ്ങനെ അവരെ ഇനി നാളെ നിങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പലപ്പോഴും പല ഘട്ടത്തിലും ഒരു യുവജന വികാരം ഉണർന്നു കഴിഞ്ഞാൽ അവരതിനെയൊക്കെ മറികടന്ന് കേസൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിരത്തിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നു. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു കടമ്പ മറികടന്നിരിക്കുകയാണ്. പരീക്ഷാ ഭേദഗതി ബിൽ പാസ്സായിരിക്കുന്നു. 10 വർഷം വരെ തടവും 50 ലക്ഷം വരെ പിഴയും ഇതിന്റെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ വിധിക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതിയാണ് ഈ നിയമത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് നിയമം ശക്തമാക്കിക്കൊണ്ട് ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കരുതലാണ് ഈ ബിൽ പാസ്സാകുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതിനപ്പുറം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നതറിയുന്നു. അത് സഭയിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CJPക്ക് നൽകിയ ഉറപ്പുകൾ ഉൾപ്പെടെ പാലിക്കുന്നതിൽ എന്ത് നടപടി എന്നതാണ് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും അതിശക്തമായ പ്രക്ഷോഭം എന്നതാണ് CJP നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധം, അതിന്റെ അനുരണനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. അവിടെയും പല കേസുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് TG മോഹൻദാസ് നടത്തിയ ചില പരാമർശങ്ങൾ. CJP സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപ പരാമർശമാണ് TG മോഹൻദാസിൽ നിന്നുണ്ടായത്. അതിനെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധമുയർന്നു. എന്തായാലും ഇന്ന് TG മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പെന്ന് ആഘോഷിച്ച ഒരു സമരത്തിനെയാണ് TG മോഹൻദാസ് വിഷം വമിക്കുന്ന വാക്കുകളിലൂടെ അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത്. അവകാശങ്ങൾക്കായി ജനാധിപത്യപരമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടത്തണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത TG മോഹൻദാസിന്റെ നിലപാടിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത് വലിയ പ്രതിഷേധമാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ കേസെടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. 2 തവണകളിലായി യൂട്യൂബ് ചാനലിലൂടെയാണ് അപകീർത്തികരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ TG മോഹൻദാസ് നടത്തിയത്. നേരത്തെയും പല വിദ്വേഷ പരാമർശങ്ങളും TG മോഹൻദാസ് നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാരക വേർഷനായിരുന്നു ഇപ്പോഴത്തേത്. ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അവഹേളിച്ച TG മോഹൻദാസ് തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ താൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്തർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല.
കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. ഇതുപോലുള്ള പ്രക്ഷോഭം അടിച്ചമർത്തിയ ആളാണ് മോദി. ഗുജറാത്ത് കലാപം ഓർത്തു നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലയിലായിരുന്നു അന്ന് കലാപം. ഒരു ഭരണപരിചയവുമില്ലാത്ത നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയാണ് അത് ഹാൻഡിൽ ചെയ്തത് എന്നും TG മോഹൻദാസ് പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെയും TG മോഹൻദാസ് അധിക്ഷേപിച്ചത്. വലിയ വിമർശനങ്ങൾ ഈ പരാമർശങ്ങൾക്കെതിരെ ഉയർന്നപ്പോൾ ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭകർക്കെതിരെ വീണ്ടും അധിക്ഷേപം നടത്തുകയായിരുന്നു TG മോഹൻദാസ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെ ഉള്ളതെന്നാണ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ മോഹൻദാസ് പറഞ്ഞത്. കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത് എന്നതായിരുന്നു പരാമർശം. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയിലെ ഭാഗവും ഉദ്ധരിച്ചുകൊണ്ട് തന്റെ വാദങ്ങളെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു TG മോഹൻദാസ്. ഇടതുപക്ഷ ജനാധിപത്യ മതേതര വർഗ ബഹുജന സംഘടനയിൽ ഉൾപ്പെട്ടവർ ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തുകഴിഞ്ഞാൽ അത് രക്തസാക്ഷിയായി എന്നൊക്കെയാണ് TG മോഹൻദാസ് പറഞ്ഞു വെച്ചത്. എന്തായാലും വ്യാപക പരാതിയാണ് ഈ പരാമർശങ്ങൾക്കെതിരെ ഉണ്ടായത്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അധിക്ഷേപകരവും ഭീഷണിപ്പെടുത്തുന്നതുമായ പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം പല കോണിൽ നിന്നും ഉയർന്നു. ആദ്യം പരാതി നൽകിയത് AIYF സംസ്ഥാന സെക്രട്ടറി TG ജിസ്മോനാണ്. പിന്നാലെ പരാതി പ്രളയം തന്നെ ഉണ്ടായി. വ്യാപക പ്രതിഷേധമുണ്ടായിട്ടും പക്ഷേ നടപടി വൈകി. സൈബർ സെൽ ഓപ്പറേഷൻസ് IGയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയെങ്കിലും കേസെടുക്കാനെടുത്ത കാലതാമസവും വലിയ ചർച്ചയായി. ഒടുവിൽ പരാതികളെത്തി 3-ാം ദിവസം കേസെടുക്കുകയായിരുന്നു. കലാപാഹ്വാനത്തിനും പൊതുമധ്യത്തിൽ അധിക്ഷേപിച്ചതിനുമാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ കേസ്. ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നതാണ് FIRൽ പറയുന്നത്. കേസെടുക്കാൻ വൈകരുതെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ അഭിപ്രായം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെ ഒടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിനിടയിൽ TG മോഹൻദാസിനെ തള്ളി RSS രംഗത്ത് വരികയും ചെയ്തു. TG മോഹൻദാസിന്റെ പരാമർശമായി പൂർണ്ണമായും RSS തള്ളുകയായിരുന്നു. TG മോഹൻദാസിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ പറഞ്ഞു. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന പൂർണ്ണമായും മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. TG മോഹൻദാസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്നും ആ അഭിപ്രായങ്ങളോടും കാഴ്ചപ്പാടുകളോടും RSS ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നും ശ്രീകുമാർ വ്യക്തമാക്കി. TG മോഹൻദാസ് RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും വഹിക്കുന്നില്ല എന്നും KB ശ്രീകുമാർ അറിയിച്ചിരുന്നു. എന്നാൽ മറ്റു ചിലർ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്നത് ഉണ്ടായിരുന്നു. മുൻപ് വെടിവയ്പുണ്ടായ സാഹചര്യങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടി KP ശശികല ഉൾപ്പെടെയുള്ളവർ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ RSS പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടിയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. ഗാന്ധി ചിത്രവുമായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. TG മോഹൻദാസിനെതിരെ കൊച്ചിയിൽ DYFIയുടെ പ്രതിഷേധവും നടന്നു. ഈ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ കേസെടുക്കാൻ വൈകിയതിൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇത് മാത്രം പോരാ, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണം എന്നതാണ് ഈ പരാതിക്കാരനായ ജിസ്മോൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ശക്തമായ നടപടി ഉണ്ടാകണം എന്ന ഒരാവശ്യമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം വൈകിയതും വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. എന്തായാലും ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ മുൻപും TG മോഹൻദാസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്.
നാവിനെല്ലില്ലെന്ന് കരുതി എന്തും പറയാനാകില്ലെന്നും വിദ്വേഷവും അക്രമാഹ്വാനവും ഉൾക്കൊള്ളുന്ന പരാമർശങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്ന സന്ദേശം കൂടിയാണ് ഈ കേസ് മുന്നോട്ട് വെക്കുന്നത്. കേസ് മാത്രം പോരാ, അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉൾപ്പെടെ പരാതിക്കാർ ഉയർത്തുന്നുണ്ട്. വ്യാപക പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ തുടർ നടപടികളാണ് ഇനി നിർണായകം. പാക് അധീന കാശ്മീരിൽ ഉണ്ടായത് പാകിസ്ഥാന്റെ നരനായാട്ടാണ്. പാക് അധീന കാശ്മീർ നിയമസഭയിലേക്ക് തിങ്കളാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനിടെയായിരുന്നു പോലീസിന്റെ വെടിവയ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിന് നേരെ പാക് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. പാക് അധീന കാശ്മീരിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വരുന്നതാണ് പിന്നീട് കാണുന്നത്. അവരും ഇന്ത്യയെപ്പോലെ ശത്രുക്കളെന്ന് പ്രതികരിച്ചുകൊണ്ടാണ് വെടിവെപ്പിനെ ഖ്വാജ ആസിഫ് ന്യായീകരിച്ചത്. പാക് അധിനിവേശ കാശ്മീരിൽ ആളിക്കത്തുന്ന പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭത്തിലും സ്വാതന്ത്ര്യ സമര നീക്കങ്ങൾക്കുമിടെയാണ് പോലീസും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നതും അതിൽ കൂട്ടക്കുരുതി നടക്കുന്നതും. പിഒകെയിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രതിഷേധങ്ങൾ പാക് സുരക്ഷാ സേന അടിച്ചമർത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിലാണ് 20 പേർ കൊല്ലപ്പെട്ടത്. 50ഓളം പേർക്ക് പരിക്കേറ്റു. റാവൽകോട്ടിലെ ഡ്രൈക്ക് എട്ടാം മേഖലയിലാണ് വലിയ സംഘർഷമുണ്ടായത്. പോലീസ് വെടിവയ്പിൽ തങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സ്ഥിരീകരിച്ചു. സംഘടനയുടെ സ്ഥാപകാംഗവും വക്താവുമായ ഉമർ നലീർ കശ്മീരിയുടെ സഹോദരൻ ഉസ്മാൻ നസീറും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ റോഡിൽ നിരത്തിക്കിടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. JAC പ്രക്ഷോഭകരാണ് പോലീസിന് നേരെ ആദ്യം വെടിയുതിർത്തതെന്ന് സൈന്യം ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാക് ഫെഡറൽ സർക്കാർ മേഖലയിൽ 14,000 സുരക്ഷാ സേന അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. ജൂൺ മുതൽ പാക് സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 80 ആയിരിക്കുകയാണ്. 400 പേർക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് JAC അവകാശപ്പെടുന്നത്. എന്തായാലും വളരെ കാലമായി അവിടെ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അതിനെതിരെ പല വിധത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പിഒകെയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ തിങ്കളാഴ്ച ആരംഭിച്ചതോടെ പാകിസ്ഥാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കനത്ത സുരക്ഷാ സന്നാഹമുണ്ടായിരുന്നു. പിഒകെയിൽ ആകെ 53 സീറ്റുകൾ ഉള്ളതിൽ 45 എണ്ണത്തിലേക്കാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഓഗസ്റ്റ് 10 വരെ 3 ഘട്ടങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 സീറ്റുകൾ സ്ത്രീകൾ, സാങ്കേതിക വിദഗ്ധർ, മതപണ്ഡിതർ എന്നിവർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ്. മിർപൂർ ഡിവിഷനിലെ 13 മണ്ഡലങ്ങളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 9 സീറ്റുകൾ പാകിസ്ഥാനിലെ ഭരണകക്ഷിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേടിയിരുന്നു. 3 പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു. ഫെഡറൽ സർക്കാരിൽ ഇരു പാർട്ടികളും കൂട്ടുകക്ഷികളാണ്. പാർട്ടി ജയിച്ചാൽ തനിക്ക് പിഒകെ പ്രധാനമന്ത്രിയാകാൻ മോഹമുണ്ടെന്ന് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും PMLN അധ്യക്ഷനുമായ നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു എന്ന ആരോപണവും ശക്തമാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ സമരത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന് നോക്കിയാൽ ഫെഡറൽ സർക്കാരും പ്രാദേശിക സർക്കാരുകളും പിഒകെയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് അവിടുത്തുകാർ കാലങ്ങളായി ജനകീയ സമരത്തിൽ അണിനിരക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പേരിൽ JACയെ നിരോധിച്ചിരുന്നു. പിഒകെയോടുള്ള പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് പ്രക്ഷോഭം ശക്തിപ്പെട്ടത്. ഭക്ഷ്യധാന്യം, വെള്ളം എന്നിവയുടെ വിതരണം, മറ്റാനുകൂല്യങ്ങൾ എന്നിവ വെട്ടിക്കുറച്ചത് പ്രതിഷേധത്തിലേക്ക് പാർട്ടികളെയും ജനങ്ങളെയും നയിച്ചു. പാകിസ്ഥാനുമായി വ്യാപാരം അനുവദിക്കുന്നില്ല എങ്കിൽ ഇന്ത്യയുമായി ബദൽ വ്യാപാര പാത തുറന്ന് ഉഭയകക്ഷി വ്യാപാരം ആരംഭിക്കുമെന്നും നേരത്തെ സർദാർ അമൻ ഖാൻ പറഞ്ഞിരുന്നു. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ ഒരു ദിവസം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പിഒകെ ഒരിക്കലും തർക്കപ്രദേശമോ ആസാദോ അല്ല, പാകിസ്ഥാൻ അധികൃതരും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമാണ് എന്നാണ് പറഞ്ഞത്. പിഒകെ നിയമസഭയിലേക്കുള്ള 12 അഭയാർത്ഥി സംവരണ സീറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 9 മുതൽ JACയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. തങ്ങൾക്ക് അനുകൂലമായ വ്യക്തിയെ പിഒകെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഫെഡറൽ സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ സംവരണം എന്നതാണ് സമരക്കാർ ആരോപിക്കുന്നത്.
ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചാണ് ഈ സീറ്റുകളിലൂടെ മേഖലാ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്നതാണ് JAC-യുടെ ആരോപണം. ജമ്മുകാശ്മീരിൽ നിന്ന് കുടിയേറി അവിടെ സ്ഥിരതാമസമാക്കിയവർക്കാണ് ഈ സംവരണം ലഭിക്കുക. ഇന്ത്യ സഹായിക്കണമെന്ന അഭ്യർത്ഥനയും അവിടെ നിന്ന് ഉയർന്നിരുന്നു. POKയിൽ പാക് സർക്കാർ ഭക്ഷണവും മരുന്നും അടക്കമുള്ള സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. സഹായിക്കണമെന്ന് അവർ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ദശകങ്ങളായി നടത്തുന്ന ചൂഷണവും പൗരാവകാശ ലംഘനങ്ങളുമാണ് സംഘർഷത്തിന് പിന്നിലെന്ന് ഇന്ത്യ പ്രതികരിച്ചു. അനധികൃതമായി കൈവശപ്പെടുത്തിയ പ്രദേശത്തെ ജനങ്ങളെ പാകിസ്ഥാൻ അടിച്ചമർത്തുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളിലും ഇന്ത്യ പ്രതികരിച്ചിരുന്നു. പാക് അധീന കശ്മീരിൽ തിങ്കളാഴ്ച ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രദേശത്തെ അനധികൃത കയ്യേറ്റവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം എന്നതാണ് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്ന പ്രഹസനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശവും പ്രദേശത്തെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി. പാക് അധീന ജമ്മുകാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക ചൂഷണം, ജനങ്ങളുടെ മൗലികാവകാശ നിഷേധം, ഭരണപരമായ അടിച്ചമർത്തൽ എന്നിവയുടെ നേരിട്ടുള്ള പ്രത്യാഘാതം എന്നതായിരുന്നു ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ. പാക് അധീന കാശ്മീരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൊലപാതകങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും കുറിച്ച് കേന്ദ്ര സർക്കാർ പരസ്യമായി പ്രതികരിക്കണമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള ഇപ്പോൾ ആവശ്യപ്പെട്ടു. ശ്രീനഗറിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഫറൂഖ് അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത്. POKയിലെ സാഹചര്യം പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംവിധാനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യ മന്ത്രിക്കും താൻ കത്തയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സേന നടത്തുന്ന ക്രൂരമായ നടപടികളെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. ഇന്ത്യയെപ്പോലെ ശത്രുക്കളായാണ് പ്രതിഷേധക്കാരെ താൻ കാണുന്നതെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. പ്രതിഷേധക്കാരുമായി ഇനി ഒരു ചർച്ചയുമില്ല എന്നും അവർ പാകിസ്ഥാന്റെ ശത്രുക്കളാണ് എന്നും ഖ്വാജ ആസിഫ് പറയുന്നു. ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് സമയത്ത് ഇന്ത്യക്കെതിരെ ഖ്വാജ ആസിഫ് വിവാദപരമായ പല പരാമർശങ്ങളും നടത്തിയിരുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിലും പല വിവാദ പരാമർശങ്ങളും ഭീഷണിയും ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തുന്നതാണ് കാണുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനുള്ള സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് പിൻവാങ്ങിയത്. സൈനിക ആക്രമണത്തെക്കാൾ കടുത്ത ഷോക്കായി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ തീരുമാനം മാറിയിരുന്നു. ഇറാൻ US യുദ്ധം മൂലം ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജ്യങ്ങളിൽ മുന്നിലാണ് പാകിസ്ഥാൻ. ഇന്ധന വിലക്കയറ്റം, പണപ്പെരുപ്പം, LPG പ്രതിസന്ധി എന്നിവ പാകിസ്ഥാനെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വെട്ടിലാക്കിയിരുന്നു. ഇതിനിടെ പാകിസ്ഥാനെ വെട്ടിലാക്കി ബലൂചിസ്ഥാനിലും സ്വാതന്ത്ര്യവാദ പ്രതിഷേധം രൂക്ഷമായി. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂച്ച് അനുകൂല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് POKയിൽ പാകിസ്ഥാന്റെ നരനായാട്ട് നടക്കുന്നത്. POKയിലെ പ്രതിഷേധം പാകിസ്ഥാനെ നാണം കെടുത്തുന്നതിന് സമാനവുമായി. ഇന്ത്യൻ വാദങ്ങൾക്ക് ബലം നൽകുന്നതുമായിരുന്നു അവിടുത്തെ പ്രതിഷേധം. അതിനെയാണ് ഇപ്പോൾ സൈന്യത്തെ ഉപയോഗിച്ച് കൂട്ടക്കൊലയിലൂടെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിന് പിന്നാലെയാണ് ആ കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ മന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. ഇന്നലെ വൈറ്റ് ഹൌസിൽ ട്രംപും നെതന്യാഹുവും നടത്തിയ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുകയായിരുന്നു ലോകം. വൈകുന്നേരത്തിൽ നമ്മൾ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന കൂടിക്കാഴ്ചയാകും ഇതെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഈ കൂടിക്കാഴ്ച അവസാനിക്കുമ്പോൾ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ പ്രകടമായ വിള്ളലുകൾ തെളിയുന്നു എന്നതാണ് വിലയിരുത്തലുകൾ. മുൻകാലത്ത് ലഭിച്ച ഊഷ്മള സ്വീകരണം ഇത്തവണ നെതന്യാഹുവിന് ലഭിച്ചില്ല. തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്ന ട്രംപ് കാർഡിന് പഴയ ശക്തി നഷ്ടപ്പെടുന്നത് നെതന്യാഹുവിന് തിരിച്ചടിയാണ്. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ഈ ഘട്ടത്തിൽ ലോകം.
യുദ്ധം തുടരണമെന്ന അഭിപ്രായവുമായി എത്തിയ നെതന്യാഹുവും യുദ്ധക്കൊതിയടങ്ങാത്ത ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്നത്. അതിനെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത്. പശ്ചിമേഷ്യയിലെ ഭാവി എന്താകുമെന്നറിയാൻ. ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ചർച്ചകൾ മികച്ചതെന്ന് നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പരസ്യപ്പെടുത്തിയില്ല. അതുകൊണ്ടുതന്നെ ഇതെങ്ങനെ പശ്ചിമേഷ്യയിൽ പ്രതിഫലിക്കുമെന്നറിയാൻ ട്രംപിന്റെ പുതിയ പ്രസ്താവനയോ പുതിയ പ്രവൃത്തിയോ ഒക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ലോകം. എന്നാൽ ഇരു നേതാക്കൾക്കുമിടയിലെ വിള്ളൽ വ്യക്തമാക്കുന്ന നിരവധി കാര്യങ്ങൾ കൂടിക്കാഴ്ചയിലുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹുവിനോടുള്ള തന്റെ അതൃപ്തി ട്രംപ് പ്രകടമാക്കിയിരുന്നു. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ഭൂഗർഭ ആണവ നിലയം വീണ്ടും പുനർനിർമ്മിക്കുന്നുവെന്ന ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ നെതന്യാഹു മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ രൂക്ഷമായ പ്രതികരണം. എനിക്കത് നെതന്യാഹു പറഞ്ഞു തരേണ്ടതില്ല എന്നതാണ് ട്രംപ് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. താൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നെതന്യാഹു ഇത് പറയുന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. നേരിട്ട് ചർച്ച ചെയ്യേണ്ട തന്ത്രപ്രധാനമായ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതിലും ട്രംപ് പരസ്യമായി അമർഷം പ്രകടിപ്പിച്ചു. തണുപ്പൻ സ്വീകരണത്തിൽ തുടങ്ങുന്നു വിയോജിപ്പിന്റെ സ്വരം. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു വൈറ്റ് ഹൌസിലേത്. മുൻകാല സന്ദർശനങ്ങളിൽ ലഭിച്ചിരുന്ന ഊഷ്മളമായ സ്വീകരണത്തിൽ നിന്നും വലിയ മാറ്റത്തോടെയായിരുന്നു ഇത്തവണ നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നീണ്ട ഒരു കാത്തിരിപ്പ് നെതന്യാഹുവിന് വേണ്ടി വന്നു. ആഴ്ചകളോളം നീണ്ട നയതന്ത്ര പരിശ്രമങ്ങൾക്കൊടുവിലാണ് നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിച്ചത് തന്നെ. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതെ തികച്ചും രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു കൂടിക്കാഴ്ച. സാധാരണ നയതന്ത്ര പ്രോട്ടോക്കോളുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റ് ഹൌസിന്റെ പാർശ്വ കവാടത്തിലൂടെയാണ് നെതന്യാഹു അകത്ത് പ്രവേശിച്ചത്. ഉഭയകക്ഷി ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരും പങ്കെടുത്തു. നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയപ്പോൾ ഏറെ തണുപ്പൻ സ്വീകരണമാണ് കിട്ടിയത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം നെതന്യാഹു നടത്തുന്ന 7ാമത്തെ അമേരിക്കൻ സന്ദർശനമാണിതെങ്കിലും ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല വിലയിരുത്തലുകളും അങ്ങനെയാണ്. ഇസ്രയേലിനെയും യുക്രൈനെയും ശക്തമായി പിന്തുണച്ചിരുന്ന US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു കൂടി വേണ്ടിയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ചടങ്ങിനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ സെലൻസ്കി കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയും ഒപ്പം തന്നെ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയെന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ട്രംപിന്റെ മൗനവും ചർച്ചയാവുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭിന്നമായ സന്ദേശങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും പുറത്തു വന്നത്. കൂടിക്കാഴ്ച മികച്ചതായിരുന്നു എന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചപ്പോൾ ഇരുവരും തമ്മിൽ നടന്ന ചർച്ചയെ മികച്ച ചർച്ചകളിലൊന്ന് എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചോ ട്രംപ് ഔദ്യോഗികമായി കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ല. മേഖലയിലെ സൈനിക നടപടികളിലും നയതന്ത്ര സമീപനങ്ങളിലും ഇരു നേതാക്കളും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ ട്രംപിന്റെ ഈ മൗനത്തെ വിലയിരുത്തിയത്. നേരത്തെ തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതിനെതിരെ നെതന്യാഹുവിന്റെ എതിർപ്പിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമേരിക്ക എന്തായുധം ആർക്ക് വിൽക്കണമെന്ന് ആരും തന്നോട് നിർദ്ദേശിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതിനു മുൻപ് തങ്ങളില്ലായിരുന്നുവെങ്കിൽ നെതന്യാഹുവും ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്ന പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. ഇറാനിലെ നടക്കുന്ന സംയുക്ത ആക്രമണത്തിന് ശേഷം പല വിഷയങ്ങളിലും ഇസ്രയേലുമായി അഭിപ്രായ വ്യത്യാസം ട്രംപിനുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. നെതന്യാഹുവിനെതിരെ പരസ്യമായി
ട്രംപ് പ്രതികരിക്കുന്നതും കണ്ടിരുന്നു. അതിനുശേഷം ആ വിള്ളൽ മാറിയിട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പുറത്തുവരുന്നത്. നെതന്യാഹുവിന്റെ ട്രംപ് കാർഡ് ഇസ്രയേലിൽ പഴയ ശക്തി നഷ്ടപ്പെടുകയാണോ എന്ന സംശയങ്ങൾക്കാണ് ഇത് ഇട നൽകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറെക്കാലമായി അമേരിക്കയുമായുള്ള തന്റെ അടുത്ത രാഷ്ട്രീയ വ്യക്തിപരമായ ബന്ധത്തെ രാജ്യത്തിന് താൻ അനിവാര്യനാണെന്നത് തെളിയിക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ചു വരികയായിരുന്നു. ബാല്യത്തിന്റെ വലിയൊരു ഭാഗം അമേരിക്കയിൽ ചെലവഴിച്ചതിനാൽ അമേരിക്കൻ ഉച്ചാരണ ശൈലിയിൽ സംസാരിക്കുന്ന നെതന്യാഹു അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തന്റെ പ്രത്യേകമായ അറിവ് ഉപയോഗിച്ച് വിവിധ അമേരിക്കൻ പ്രസിഡന്റുമാരെ സ്വാധീനിക്കുകയും ഇസ്രയേലിനും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തുവെന്ന വിലയിരുത്തലുകളുണ്ട്. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനും ഇസ്രയേലിനും ഏറ്റവും അനുകൂലമായ അമേരിക്കൻ പ്രസിഡന്റായി മാറിയതായി തോന്നിപ്പിച്ചിരുന്നു പല ഘട്ടങ്ങളിലും. പ്രത്യേകിച്ച് ഇറാനെതിരെ ഇസ്രയേലിനൊപ്പം സംയുക്ത സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ തയ്യാറായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് മാറിയതോടെയാണ് ഈ വിലയിരുത്തൽ ശക്തമായത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും ഇസ്രയേലിന്റെ അഭിപ്രായം തേടാതെയും മധ്യപൂർവ്വദേശത്ത് ട്രംപ് ചില കരാറുകളിലേക്ക് നീങ്ങുകയും അമേരിക്കയിൽ ഇസ്രയേലിനെതിരായ വിമർശനം ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്ന ട്രംപ് കാർഡ് പഴയ ശക്തി നഷ്ടപ്പെടുകയാണ് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇസ്രയേലിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഈ അകൽച്ച ബാധിക്കുമോ എന്ന സംശയം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു അമേരിക്കയുമായുള്ള തന്റെ പ്രത്യേക ബന്ധം വീണ്ടും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമെങ്കിലും അത് മുൻകാലത്തെ പോലെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് കരുതുന്നത്. നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം പോലും അതായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ട്രംപ് ഇനിയും നെതന്യാഹുവിനെ ശക്തമായി പിന്തുണയ്ക്കുമോ എന്നത് വ്യക്തമല്ല എന്നും യുദ്ധകാലത്ത് മികച്ച നേതൃത്വം നൽകിയ വ്യക്തിയെന്ന് പ്രശംസിക്കുകയൊക്കെ ചെയ്താൽ പോലും ഇസ്രയേലിന് പുതിയ നേതൃത്വത്തിന്റെ സമയമായി അല്ലെങ്കിൽ ഇനി പുതിയ നേതൃത്വം വേണമെന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തുമെന്നുമാണ് കരുതപ്പെടുന്നത്. മറ്റ് ഇസ്രയേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കാൻ ട്രംപ് മുതിർന്നേക്കും എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഈ അകൽച്ച അതിനു മാത്രം പോകുന്നതാണ് എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തുന്ന വിലയിരുത്തലുകളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചതിക്കുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. എന്നാലും അമേരിക്കയ്ക്ക് ഇസ്രയേലുമായുള്ള ബന്ധം വളരെ പ്രത്യേകതകളുള്ളതാണ്. അത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ നെതന്യാഹുവുമായി ട്രംപ് അകലുന്നു എന്നതിന്റെ സൂചനകൾ ട്രംപ് തന്നെ നൽകിയിരുന്നു. അത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. ട്രംപിന്റെ നിലനിൽപ്പിന് ഈ യുദ്ധം പ്രത്യേക സാഹചര്യത്തിൽ എത്തിക്കേണ്ട വലിയ അത്യാവശ്യമുണ്ട്. അതിന് വഴങ്ങാത്ത നെതന്യാഹുവിന്റെ നടപടികളിൽ ട്രംപിന് വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ നെതന്യാഹുവിനും ആവശ്യം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ്. എന്തായാലും എങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണ കരാറിന് കുവൈറ്റ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം. സൗദിക്ക് പിന്നാലെ കുവൈറ്റുമായും പാകിസ്ഥാൻ പ്രതിരോധ സഹകരണ കരാർ ശക്തമാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്ക ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ സുരക്ഷാ പങ്കാളിത്തങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളിത്തം ശ്രദ്ധ നേടുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥയില്ലെങ്കിലും ഈ കരാർ അത്തരമൊരു സഖ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. 3 വർഷം മുൻപ് 2023 ജൂണിൽ പാകിസ്ഥാനുമായി ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാറിനാണ് കുവൈറ്റ് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെ ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കരാറിന് അംഗീകാരം നൽകിയത്. കരാറിന്റെ വിശദാംശങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2026 ജൂലൈ 26 കുവൈറ്റിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഡിക്രി ലോ നമ്പർ 73 വഴിയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം.
ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിൽ സൈനിക പരിശീലനം, പ്രതിരോധ വിദ്യാഭ്യാസം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൈമാറ്റം, ലോജിസ്റ്റിക്സ്, പ്രതിരോധ സാങ്കേതികവിദ്യ, ഗവേഷണം, സൈനിക ഉൽപാദനം, ഇലക്ട്രോണിക്സ് ആശയവിനിമയ സംവിധാനങ്ങൾ, ശാസ്ത്രീയ ഗവേഷണം, സൈനിക മാധ്യമ പ്രവർത്തനം, സാംസ്കാരിക കായിക സഹകരണം എന്നിവയിൽ അടുത്ത സഹകരണമുണ്ടാകും. കരാറിന്റെ ഭാഗമായി സംയുക്ത സൈനിക സമിതി രൂപീകരിക്കും. ഈ സമിതിയാണ് സംയുക്ത സൈനികാഭ്യാസങ്ങൾ, ഔദ്യോഗിക സന്ദർശനങ്ങൾ, വിവിധ പ്രതിരോധ പദ്ധതികൾ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുക. കൈമാറുന്ന രഹസ്യ വിവരങ്ങൾ മൂന്നാം കക്ഷികൾക്ക് കൈമാറരുതെന്ന വ്യവസ്ഥയും ഉൾപ്പെട്ടിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് കരാർ. ഇരു രാജ്യങ്ങൾക്കും എതിർപ്പില്ലെങ്കിൽ കരാർ സ്വാഭാവികമായും പുതുക്കപ്പെടും. ഈ കരാറിന്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്? കരാർ നിലവിൽ വരുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുന്നതും പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകളും സജീവ ചർച്ചയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കരാർ ഔദ്യോഗികമായി നിലവിൽ വരുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇതിനു മുൻപ് 2025 പാകിസ്ഥാനും സൗദി അറേബ്യയും സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് സൗദി പാകിസ്ഥാൻ കരാറുണ്ടായത്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു വ്യവസ്ഥ. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനും ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കരാർ. ഏത് ആക്രമണത്തിനുമെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തൽ ലക്ഷ്യമിട്ടിരുന്നു. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു വ്യവസ്ഥ. സൗദിയുമായുള്ള ഈ കരാറിന് പിന്നാലെ പാകിസ്ഥാൻ, തുർക്കിയും ഖത്തറും ഈ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതന്ന് ഇസ്ലാമിക് നാറ്റോ എന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അങ്ങനെ ചർച്ചകൾക്കിടയിലാണ് കുവൈറ്റുമായി കരാർ യാഥാർത്ഥ്യമാകുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഇല്ലെങ്കിലും ഈ കരാർ വീണ്ടും ഇസ്ലാമിക് നാറ്റോ എന്ന ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. എന്താണ് ഇസ്ലാമിക് നാറ്റോ? ഇസ്ലാമിക് നാറ്റോ എന്നത് ഒരു ഔദ്യോഗിക നാമമല്ല, മറിച്ച് നാറ്റോയ്ക്ക് സമാനമായ ഒരു നിർദ്ദിഷ്ട പ്രതിരോധ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാൻ നിരീക്ഷകർ ഉപയോഗിക്കുന്നതാണ് ഈ പദം. ഇസ്ലാമിക് നാറ്റോ എന്നതിന് പുറമെ മുസ്ലിം നാറ്റോ എന്നും ചിലർ ഇതിനെ വിളിക്കുന്നുണ്ട്. പാശ്ചാത്യ സൈനിക സഖ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ സുരക്ഷാ സംവിധാനം രൂപീകരിക്കണമെന്ന ആശയമാണ് ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ തമ്മിലുള്ള സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് സമാനമായി ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യമാണ് ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള ഈ സഖ്യത്തിൽ ഭാവിയിൽ മറ്റ് ഇസ്ലാമിക് അറബ് രാജ്യങ്ങളും അംഗമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾക്കായി നാറ്റോ ശൈലിയുള്ള ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് ഈജിപ്ത് ശുപാർശ ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കലാണ് ഈ സങ്കല്പ കൂട്ടായ്മയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥയില്ലെങ്കിലും സൗദിക്ക് പിന്നാലെ രൂപപ്പെടുന്ന ഈ കരാർ അത്തരമൊരു സഖ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും പ്രധാന സുരക്ഷാ പങ്കാളി അമേരിക്കയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് ദീർഘകാല സുരക്ഷാ കരാറുണ്ട്. മേഖലയിൽ നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തുർക്കി ഇതിനകം നാറ്റോ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ അമേരിക്കൻ സുരക്ഷാ ഉറപ്പുകൾ ഉപേക്ഷിച്ച് പാകിസ്ഥാനെ ആശ്രയിക്കുമെന്ന വാദം യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിലെ പുതിയ സുരക്ഷാ ആശങ്കകൾ. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ വലിയ തോതിൽ മാറ്റിമറിച്ചു. പിന്നീട് ലെബനൻ, സിറിയ, യമൻ, ഇറാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ മേഖലയിൽ പുതിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധവും അതിനു മറുപടിയായി ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണവും സുരക്ഷാ വെല്ലുവിളി ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷാ പങ്കാളിത്തം വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ സുരക്ഷാ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സൗദിയുമായുള്ള പരസ്പര പ്രതിരോധ കരാർ നിലവിലുണ്ടെങ്കിലും ഇറാനും യമനിലെ ഹൂതി വിമതരും സൗദിക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് സൈനിക ഇടപെടൽ നടത്തിയില്ല. അതുപോലെ
പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും സൗദി സൈനികമായി ഇടപെട്ടില്ല. ഇത് ഇത്തരം കരാറുകളിലെ പരസ്പര പ്രതിരോധ വ്യവസ്ഥകൾ പ്രായോഗികമായി എത്രത്തോളം നടപ്പിലാക്കാനാകും എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഭീഷണിയോ? തുർക്കിയുടെ സൈനിക ആയുധ നിർമ്മാണ ശേഷിയും യുദ്ധപരിചയവും പാകിസ്ഥാന്റെ ആണവ പ്രതിരോധ മിസൈൽ ശേഷികളും സൗദി അറേബ്യയുടെയും കുവൈറ്റിന്റെയും അപാരമായ സാമ്പത്തിക സ്വാധീനവും ഒക്കെ ഒത്തുചേരുമ്പോൾ ഇസ്ലാമിക് നാറ്റോ സങ്കല്പം ലോകത്തിലെ തന്നെ കരുത്തുറ്റ കൂട്ടായ്മയായി മാറുമെന്നതിൽ സംശയമില്ല. പാകിസ്ഥാൻ, തുർക്കി, സൗദി, കുവൈറ്റ് സഖ്യം ഒരു നയതന്ത്ര പരീക്ഷണം എന്നതിലുപരിയായി സുരക്ഷാ വെല്ലുവിളി എന്ന നിലയിലും ഇന്ത്യക്ക് പരിഗണിക്കേണ്ടി വന്നേക്കും. കശ്മീർ പോലെയുള്ള വിഷയങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെ തുർക്കിയുടെ മുൻകാല രാഷ്ട്രീയ പിന്തുണ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം. ഇന്ത്യ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾ പുതിയ പ്രതിരോധ പങ്കാളിത്തങ്ങൾ തേടുന്നുണ്ടെങ്കിലും അത് അമേരിക്കയെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാനല്ല, മറിച്ച് നിലവിലുള്ള അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തിന് പുറമെ മറ്റ് സുരക്ഷാ വഴികൾ കണ്ടെത്താനാണ് ഈ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കുവൈറ്റ് പ്രതിരോധ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന നീക്കമാണെങ്കിലും അതിനെ അടിസ്ഥാനമാക്കി ഉടൻ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപം കൊള്ളുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല. ഈ കരാറുകൾ വിശാലമായ ഒരു പ്രാദേശിക സുരക്ഷാ സംവിധാനമായി വളരുമോ അതോ വെറും ഉഭയകക്ഷി സഹകരണത്തിൽ മാത്രം ഒതുങ്ങുമോ എന്ന് നിശ്ചയിക്കുന്നത് വരുംകാല സാഹചര്യങ്ങളാകും. നമ്മുടെ നേരം വൈകുന്നേരത്തിന് സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.